ഇത് മ്ലാവെന്ന് പറയുന്ന ഒരു വന്യജീവിയാണ്. ഈ കൊമ്പുകളെല്ലാം ഉള്ള മാനിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു മൃഗമാണ്. ഇത് മനുഷ്യരുടെ അടുത്തേക്ക് ചെന്ന് ഉപദ്രവിക്കും. ഇതിൻ്റെ കൊമ്പ് കൊണ്ടൊരു കുത്ത് കിട്ടിയാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതിനെ വളരെ ദൂരത്തു നിന്നാണ് ഞാനിതിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് എടുക്കാം. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടി പോയി അവിടെ കമ്പി കൊണ്ടിട്ട് മറച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നിന്നിട്ട് നമുക്കെടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി എടുക്കാം. വലിയ അടുത്തേക്ക് പോകാനായിട്ട് പറ്റില്ല, ഇത് ഉപദ്രവിച്ചാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഒന്നാമത് രാത്രി സമയമാണ്. നമുക്ക് ഇവിടെ നിന്നാൽ കണ്ടോ, അത് കണ്ടു നമ്മൾ വരുന്നത്. അപ്പോൾ വീണ്ടും തീറ്റയിലേക്ക് പോയിരിക്കുകയാണ്. ഇതിവർ ഹോട്ടലിന് വേണ്ടി പൈസ മുടക്കി വെച്ചിരിക്കുന്ന ചെടികളും പൂക്കളുടെയും എല്ലാം ചെടികളാണ്. അതുപോലെ തന്നെ വെട്ടി ഷേപ്പാക്കി നിർത്തിയിരിക്കുന്ന അലങ്കരിച്ചിരിക്കുന്ന ചെടികളും മറ്റും കണ്ടോ തിന്ന് നശിപ്പിക്കുകയാണ് ഈ കാണുന്നത്. എന്നിരുന്നാലും ഈ ഹോട്ടലിലെ ജീവനക്കാരോ മറ്റുള്ളവരോ ഇതിനെ ഓടിക്കാനോ മറ്റുള്ളതിനോ തുനിയുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഈ ഹോട്ടലിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഇതൊരു നല്ലൊരു ദൃശ്യാനുഭവമാണ്. കാരണം വന്യജീവികളെല്ലാം ഈ ഹോട്ടലിൽ വരികയും ഇതുപോലെ ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് അവർക്ക് വേണ്ടതായ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള തീറ്റയും എല്ലാം കഴിഞ്ഞ് പോകുന്ന വളരെയധികം സമയം ഇതുങ്ങൾ ഈ ഹോട്ടലിൽ ചിലവഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കുന്നവർ വെളിയിലേക്ക് വന്ന് ഇവരുടെ ഫോട്ടോ എടുത്തും മറ്റും പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ കാണുന്ന സ്ഥലം ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് നേരം ചിലവഴിക്കാനുള്ള സ്ഥലമാണ്. കുട്ടികൾക്ക് കളിക്കാനും ഇവിടെയുള്ള ഗസ്റ്റുകൾ വരുന്നവർ ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ മൈതാനത്തേക്കാണ്. ഇവിടെയാണ് അവർ വിശ്രമിക്കാനായിട്ടും മറ്റും ചിലവഴിക്കുന്ന സ്ഥലമാണിത്. അവിടെയാണ് ഈ മ്ലാവ് വന്നിട്ട് ഇതുപോലെ പുല്ലുകളെല്ലാം തിന്ന് ഇങ്ങനെ നടക്കുന്നത്. ഇതെല്ലാം വലിയൊരു ദൃശ്യാനുഭവമാണ് ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക്. അവരെല്ലാം ഇതിൻ്റെ വീഡിയോയും ഫോട്ടോയും എല്ലാം എടുക്കാറുണ്ട്. ഞാൻ എന്തേലും പിടിച്ച് ഞെക്കിയതാ. ഒരു ഉറപ്പില്ലാതെ പേടിയില്ല. ഇത് അമ്പലത്തിന്റെ അവിടെ നിൽക്കുന്നതല്ലേ, പേടിയില്ല. റണ്ണിങ് ആണിത്. ഇവിടെയുള്ള നിരവധി ആളുകൾ എൻ്റെ പുറകുവശത്തായിട്ട് ഇതിനെ കാണുന്നതിന് വേണ്ടി കൂടിയിട്ടുണ്ട്. അവരുടെ സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇവിടുത്തെ ജീവനക്കാരടക്കം എല്ലാവരും ഉണ്ട്. ഇവിടെ ഈ ഹോട്ടലിൽ ഇതുപോലെ നിരവധി വന്യമൃഗങ്ങൾ വരാറുണ്ട്. ആന വരെ ഇതിനകത്ത് വരും. ആന വന്നിട്ട് ഒരു തരം പ്രത്യേകതരം ചെടിയുടെ ഇല ഭക്ഷിക്കും എന്നാണ് ഇവിടുത്തെ ജീവനക്കാരെന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ വന്നിട്ട് ആനയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അത് ഇടയ്ക്ക് വരാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ താമസിക്കുന്ന യാത്രക്കാർക്ക്, ഇവിടെ താമസിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന വളരെയധികം ഒരു പ്രത്യേക അനുഭവങ്ങളാണ് ഈ ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് ലഭിക്കുന്നത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതുപോലുള്ള മൃഗങ്ങളെയെല്ലാം, ഈ വന്യമൃഗങ്ങളെ, സാധാരണ മൃഗങ്ങളല്ല, വന്യമൃഗങ്ങളെ നമുക്ക് ഇത്രയും തൊട്ടടുത്ത് കാണാൻ കഴിയുക എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്.